വെൽക്കം ബാക്ക് ടു അമ്പാടീസ് വേൾഡ്. അമ്പാടിയുടെ അച്ഛൻ മലയ്ക്ക് പോയി വന്നിട്ട് കൊണ്ടുവന്ന പൊരിയുടെ കുറച്ച് ബാക്കിയാണ് കേട്ടോ ഇത്. കഴിച്ച് മടുത്തപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടുമായിരുന്നു. എന്നാൽ ഇത് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് പാത്രത്തിലിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കിത് വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഉണ്ടംപൊരി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പൊരി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എല്ലാം നല്ല മൊരിഞ്ഞ് വരുന്ന ടൈപ്പിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കിയെടുത്ത് നല്ല മുരുമുരാന്നിരിക്കണം. പൊരി കടുക്കുമ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിലൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിൽ തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ അല്ലെങ്കിൽ അത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ മറ്റേ അടുപ്പിൽ ഒരു 2 ആണി വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കാൻ വെച്ചിട്ട് അതൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഉരുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഭയങ്കര പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കുക. ആദ്യം പാത്രത്തിലേക്ക് മാറ്റി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അരിച്ചെടുത്തപ്പം കണ്ടില്ലേ ഇത്രയും വേസ്റ്റാണുള്ളത്. അരിച്ചെടുത്തിട്ട് വീണ്ടും നമുക്കതൊന്ന് കുറുകാൻ വെക്കണം. അതിലേക്ക് ഒരു 2-3 ഏലക്ക കൂടി ഞാനൊന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം കുറുകി വരുന്ന പാകം അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് ആ വെള്ളം ഒന്ന് ഉരുകിയതൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട പിടിച്ച് നിൽക്കണം. അങ്ങനെയുള്ള പാകത്തിനാണ് വെള്ളം കുറുക്കിയെടുക്കേണ്ടത്. അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ പൊരി കൂടി അതിലേക്ക് ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഫ്ലെയിം സിമ്മിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവത്തിന് ഇളക്കിയെടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് ഒന്ന് ഉണ്ടയാക്കി എടുത്തോളൂ. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിലും ടേസ്റ്റാണ്. കാരണം കടയിൽ നിന്ന് കിട്ടുന്നതിന് ഏലക്കായൊന്നും ചേർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചും കൂടി രുചി കൂടുതൽ വെല്ലം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം പൊരിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.